കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യ സൗഹൃദത്തിൽ കൊണ്ടുനടക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. റഷ്യനെ കുറിച്ച് ഞാൻ ഏറ്റവും ആദ്യം അറിഞ്ഞത് 8ാം ക്ലാസ്സിൽ റഷ്യൻ വിപ്ലവം പഠിക്കുന്ന സമയത്ത്. കാര്യം അന്നത്തെ ഒരു പേടി സ്വപ്നമാണ് ചെറിയാൻ സാർ ചില സമയത്ത് ചൂരിലായിട്ട് വരുള്ളൂ. അന്ന് റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് പറയാൻ പറയും. അപ്പൊ നമ്മൾ ഈ സർ ചക്രവർത്തിയും റഷ്യൻ വിപ്ലവവും അന്നത്തെ ലെനിനും ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അന്ന് റഷ്യൻ വിപ്ലവത്തെ കുറിച്ചൊക്കെ പഠിക്കും. കാണാതെ കുറെയൊക്കെ പഠിച്ച് റഷ്യയില് ചരിത്രം മാത്രമല്ല, ഒരിക്കലും അല്ല. ഈ ഏറ്റവും അടുത്ത് നമ്മൾ കണ്ടിരുന്ന ഒരു മോഹൻലാലിന്റെ ചിത്രമുണ്ട്, ലൂസിഫർ. ആ ലൂസിഫറിൽ മോഹൻലാൽ ലാസ്റ്റ് സീനിൽ പോയി ഇറങ്ങുന്ന ഒരു എയർപോർട്ട് കാണിക്കുന്നുണ്ട്. അത് സൈബീരിയക്ക് അടുത്തുള്ള ഒരു എയർപോർട്ടാണ്. അതേ സെയിം ക്ലൈമറ്റ് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ അതേപോലെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ റഷ്യ ഒട്ടും മോശമല്ല. നമുക്ക് റഷ്യയിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഒരു യൂറോപ്യൻ രാജ്യത്തിൽ നമ്മൾ പോകുമ്പോൾ അവിടുത്തെ സെയിം കൾച്ചർ നമുക്ക് അനുഭവിക്കണമെങ്കിൽ യൂറോപ്പിന്റെ ഷെങ്കൻ വിസയുടെ അത്രയും നൂലാമാലകൾ ഇല്ലാണ്ട് നമുക്ക് പോകണമെങ്കിൽ പറ്റുന്ന ഒരു രാജ്യമാണ് റഷ്യ. അതായത് യൂറോപ്പ് പോകുന്നതിന്റെ പകുതി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് റഷ്യ പോയിട്ട് വരാം. നമുക്ക് റഷ്യയിലെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലം മോസ്കോവും സെന്റ് പീറ്റേഴ്സ്ബർഗുമാണ്. അതിനകത്ത് കുറെ കാര്യങ്ങൾ, ആർക്കിടെക്ചർ രീതികളുണ്ട്, കുറെ കൊട്ടാരങ്ങളുണ്ട്. അതായത് ഫ്രാൻസിലേക്ക് ഏറ്റവും വലിയ കൊട്ടാരത്തിന്റെ അതേ സെയിം രീതിയിലുള്ള കൊട്ടാരം നിങ്ങൾക്ക് റഷ്യയിൽ കാണാൻ പറ്റും. റഷ്യൻ ആർക്കിടെക്ചർ വളരെ ഫേമസ് ആണ്. പണ്ട് നമ്മുടെ നാട്ടിൽ വല്ലപ്പോഴും ഒരിക്കലും വരുമ്പോ നമ്മൾ പേര് കേട്ട റഷ്യൻ സർക്കസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ സർക്കസിൽ പോയി ആ ഒറിജിനൽ റഷ്യൻ സർക്കസ് നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ റഷ്യയിൽ പോകണം. ഏറ്റവും ഹൈ സ്പീഡ് ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. കുറെ അധികം റഷ്യയുടെ ഫുഡിന്റെ രീതികൾ, അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ ആൾക്കാരുടെ രീതികൾ ടിപ്പിക്കലി ഒരു യൂറോപ്യൻ സ്റ്റൈൽ, ഓൾമോസ്റ്റ് യൂറോപ്യൻ കൾച്ചറാണ്. യൂറോപ്പിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. ഇനിയിപ്പോ ആർക്കെങ്കിലും ഷെങ്കൻ വിസ കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്, അല്ലെങ്കിൽ അത്രയും പൈസ കൊടുത്ത് യൂറോപ്പിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, നേരെ റഷ്യയിലേക്ക് വിട്ടോ. വേൾഡിലെ തന്നെ ഏറ്റവും സാമ്പത്തിക രാജ്യങ്ങളിലൊന്നാണ്, വേൾഡിലെ തന്നെ ഏറ്റവും വലിയ രാജ്യത്തിലൊന്നാണ്. റഷ്യയെ കുറിച്ച് കൂടുതൽ അറിയാനും റഷ്യ ട്രാവൽ ചെയ്യാനുള്ള പ്ലാനുകൾ കിട്ടാനും നല്ല രീതിയിലൊരു ഐറ്റിനറി കിട്ടാനും ഇനി ഏറ്റവും ബഡ്ജറ്റായിട്ട് ഏറ്റവും ഫീസിബിൾ ആയിട്ട് റഷ്യ ഒന്ന് ഇപ്പോൾ മോസ്കോവും സെന്റ് പീറ്റേഴ്സ്ബർഗ് ഒക്കെ ഒന്ന് ട്രാവൽ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റഷ്യ 2026 താഴെ കമന്റ് ചെയ്യുക. ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ഞങ്ങൾ ചെയ്തിരുന്നതാണ്.